ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എടപ്പള്ളി പള്ളിയിലെ പെരുന്നാളിന് പോണ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടതെല്ലാം എൻ്റെ ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, എൻ്റെ അനിയൻ, അങ്ങനെ എല്ലാവരും ആണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്യൂ ഒക്കെ നിന്ന് നമ്മൾ പള്ളിയുടെ അകത്ത് കയറി. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് ബജ്ജിയൊക്കെ കഴിക്കാനാണ് പോയത്. അവിടുന്ന് ബജ്ജിയെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ കോഴി നേർച്ച വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നേർച്ചക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അനിയത്തിയാണേ. കാണാം. അപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കാറിൽ നിന്ന് കറി വെക്കാനായിട്ടുള്ള പാത്രങ്ങളും പിന്നെ അതുപോലത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയതാണ്. ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് അവരവിടെ നേർച്ച വെക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി. നമ്മൾ അവിടെ അമ്മേനെ നിർത്തിയിട്ടുണ്ടായിരുന്നു സ്ഥലം കണ്ടുപിടിച്ചിട്ട്. ഇപ്രാവശ്യം നമ്മൾ ലാസ്റ്റ് പോയതുകൊണ്ടാണോ അറിയില്ല, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. അതുകൊണ്ട് വലിയ ചൂടും ഉണ്ടായിരുന്നില്ല. അപ്പം നേർച്ചക്കുള്ള കോഴീനെ നമുക്ക് ഒന്നല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് തന്നെ മേടിച്ചിട്ട് നമ്മൾ വെക്കുന്ന അവിടെ തന്നെ അത് ശരിയാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലയെന്നാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ശരിയാക്കി ക്ലീൻ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാം. പിന്നെ കറി വെക്കാനുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. അപ്പോൾ അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ആൾക്കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോഴത്തേക്കിനും അമ്മ പയ്യെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പാത്രം വെച്ചിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിയാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് നമ്മൾ പയ്യെ കറി വെക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കിനും എല്ലാവരും വന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കറി ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത്. അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു ചെയ്തത്. നമ്മ അപ്പോഴത്തേക്കിനും പയ്യെ അവിടെ നിന്ന് മാറി. ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ്. നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പുക കാരണം. അപ്പം നമ്മൾ മൂന്നുപേരും പയ്യെ അവിടെ നിന്ന് മാറി. നമ്മുടെ ചേച്ചിയൊക്കെ അപ്പം പള്ളിയിലായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് അവിടെ അപ്പോഴത്തേക്കിനും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് പയ്യെ അവിടെ നിന്ന് മാറി ചുമ്മാ ഒന്ന് നടക്കാനൊക്കെ പോയി. അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കിനും ചിക്കൻ കറി ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും പൊറോട്ടയും പത്തിരിയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കറിയെല്ലാം റെഡിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്ഥലം മാറി വേറെ നല്ലൊരു സ്ഥലത്ത് പോയി ഷീറ്റൊക്കെ വിരിച്ചാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ആരെങ്കിലും പോവാത്തതുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ കറി എല്ലാവരും കൂടി വെച്ചുകൊണ്ടാണെന്നറിയില്ല, ഇച്ചിരി ടേസ്റ്റ് നന്നായിട്ട് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.